നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന് വ്യാഴാഴ്ച തുടക്കമാകും. നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ കളംപാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ആരംഭിച്ച 18ാമത് പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിന് കോവിലകം റോഡിൽ ആരംഭിക്കുന്ന നിലമ്പൂർ ബാലൻ നാടകോത്സവത്തോടെയാണ് തുടക്കമാവുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ തുടങ്ങി വെച്ച നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ അതിന്റെ 18ാമത്തെ വർഷത്തേക്ക് കടന്നിരിക്കും. ഈ 18ാമത് പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. കാരണം ഒരു കാര്യങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾക്കറിയാം, പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ ആരംഭിച്ച സമയത്ത് അതിനൊക്കെ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഇത് ആരംഭിച്ചത്. തുടർന്നും അത് നടത്തിപ്പോരാൻ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലമ്പൂരിന്റെ സാംസ്കാരിക സ്വത്വത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വലിയ ഫെസ്റ്റിവലായി നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിനെ മാറ്റാൻ സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. 2006 നിലമ്പൂർ ഗ്രാമപഞ്ചായത്തും വ്യാപാരി സമൂഹവും ടാക്സി തൊഴിലാളികളും ചേർന്ന് പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമിട്ടത്. 17 വർഷങ്ങളിലായി 2500ഓളം കലാകാരന്മാർ പരിപാടികളുടെ ഭാഗമായി നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. ജനുവരി 4 വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നാടകോത്സവം കഥാകൃത്ത് പി. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ പറന്നുയരാനൊരു ചിറക് എന്ന നാടകം അരങ്ങേറും. 5 വൈകിട്ട് 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്യും. കാളിദാസ കലാകേന്ദ്രത്തിന്റെ പാവവീട് നാടകം അരങ്ങേറും. 6 നാടകോത്സവം സമാപനം നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കരളായി ചിലങ്ക നാടകവേദിയും കേരള നൂർജഹാൻ നാടകം അരങ്ങേറും. ഈ മാസം 8 ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മെഗാ ഷോകൾക്ക് തുടക്കമാകുന്നത്. വൈകിട്ട് 5 മണിക്ക് കോടതിപ്പടിയിൽ പാട്ടുത്സവ നഗരിയിൽ സംവിധായിക ആയിഷ സുൽത്താന ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെമ്മീൻ മ്യൂസിക് ബാൻഡ് അരങ്ങേറും. 9 സാംസ്കാരിക സമ്മേളനം പി. വി. അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്യും. കവി ആലങ്ങോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തും. കണ്ണൂർ ഷെരീഫിന്റെ ഗോൾഡൻ നൈറ്റും അരങ്ങേറും. 10 സമാപന സമ്മേളനം ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. ഡബ്സിയും ഫാത്തിമ ജഹാനും ചേർന്നുള്ള മ്യൂസിക് ബാൻഡ് അരങ്ങേറും. ടാക്സി ഡ്രൈവർമാരുടെ കാർണിവലിനും 8 തുടക്കമാകും. 2-3 നാടകങ്ങളാണ് നാടകോത്സവത്തിലുള്ളത്. അതിന്റെ സമാപന സമ്മേളനം നിലമ്പൂർ ആഴ്ചയും നിർവഹിക്കുന്നു. സമാപന സമ്മേളനത്തിൽ 6-ാം തീയതി നടക്കുന്ന നാടകം ആയിഷാത്തയെ കുറിച്ച് തന്നെ എഴുതിയ മുഹാജിർ എഴുതിയ നൂർജഹാൻ എന്ന നാടകമാണ്. കേരള നൂർജഹാൻ എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 8, 9, 10 തീയതികളിൽ നമ്മൾ മെഗാ സ്റ്റേജ് ഷോ നടക്കുകയാണ്. 8-ാം തീയതി നമ്മുടെ മെഗാ സ്റ്റേജ് ഷോ നമ്മുടെ ഐഷ സുൽത്താന, പ്രശസ്ത സംവിധായിക ഐഷ സുൽത്താനയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് 9-ാം തീയതി ആലങ്കോട് ലീലാകൃഷ്ണനും അതുപോലെ തന്നെ പി. വി. അബ്ദുൽ വഹാബ്, തുടർന്ന് ഗോകുലം ഗോപാലൻ അടക്കം പിന്നെ നിരവധി സാംസ്കാരിക സിനിമാ പ്രവർത്തകരൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ചെയർമാൻ ആര്യടൻ ഷൌക്കത്ത്, വൈസ് ചെയർമാൻ പി. വി. സനൽകുമാർ, ജനറൽ കൺവീനർ യു. നരേന്ദ്രൻ, അനിൽ റോസ്, ഷാജി തോമസ്, മുഹമ്മദ് ഇഖ്ബാൽ, ഷമീർ അലി മുക്കട്ട എന്നിവർ പങ്കെടുത്തു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.